कुल्फी क्यों? कुल्फी अच्छा है. हाँ, थैंक यू. എന്താണത്? കൊച്ചിയിലിപ്പോൾ ഏതൊക്കെ മോൾ എന്ന് പറഞ്ഞാൽ ലുലു മോളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് കോർട്ടിനോട് ചേർന്നിട്ടുള്ള ബാർബിക്യൂ നേഷനിലാണ് നമ്മൾ ഒരുമിച്ച് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടോ വരുന്നെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഗൈസ്? കുറെ മിക്സ്ഡ് റിവ്യൂസ് ആണ് ഇതിനെ കുറിച്ച് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കണം. നമുക്ക് പിന്നെ ഫുഡിന്റെ നല്ല കിടിലം വിഷ്വൽസ് എടുക്കാറുള്ളതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഉള്ള ടേബിളിൽ തന്നെ വരുന്നിട്ടുണ്ട്. എന്നെ വെജ് സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട്. എന്നാൽ അവരൊന്ന് കിടന്ന് കുക്ക് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവനങ്ങ് പിടിപ്പിക്കാം. തന്തൂരി ചിക്കൻ. ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഐക്കോണിക് സാധനമാണ് ക്രിസ്പി കോൺ. നമ്മൾ വീട്ടിൽ പലതവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടും സക്സസ്ഫുള്ളി പളിയിട്ടുണ്ട്. ഇതാണെങ്കിൽ സംഭവം നമുക്കിങ്ങനെ വെറുതെ സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും അത്രയ്ക്ക് അടിപൊളിയാണ്. തന്തൂരി ചിക്കൻ ആണെങ്കിൽ നല്ല ഫ്ലേവർ പാക്ഡ് ആയിട്ട് കിടിലം മാരിനേഷനൊക്കെ ആയിട്ട് ഒരു സെറ്റ് തന്തൂരി ചിക്കൻ ആയിരുന്നു. ഇത് കാജുൻ പൊട്ടേറ്റോ ആൻഡ് ഷാമി കബാബ്. കാജുൻ പൊട്ടേറ്റോ അതെ ബാർബിക്യൂ നേഷന്റെ ഒരു ഐക്കോണിക് സാധനം. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പരിപ്പോടെ ഒരു കട്ടുണ്ട്. സംഭവം നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു മെയിൻ ഐറ്റമാണ് ഈ ഷാമി കബാബ്. നമ്മുടെ കട്ട്ലറ്റ് പോലത്തെ ഒരു ഐറ്റമാണ്. സംഭവം കൊള്ളാം. കാജുൻ പൊട്ടേറ്റോ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് സംഭവം കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞങ്ങ് പോകും. അതുപോലത്തെ ഒരു സംഭവം. ഇനി മീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്പ് അങ്ങ് എടുത്തിട്ട് നമുക്ക് ആ തന്തൂരി ചിക്കൻ ഇങ്ങനെ അങ്ങ് മുക്കിയെടുത്താൽ കഴിക്കുക. ആഹാ പോളി. ഇതാണ് മക്കളെ ചിക്കൻ സീഖ് കബാബ്. ഓവർ പവറിങ് അല്ലാത്ത മസാലയുടെ ഒരു കുത്തുമില്ലാത്ത വളരെ മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോഴേക്കും നമ്മുടെ വെജ് സ്റ്റാർട്ടേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോൺ ഉണ്ട്. അതാണെങ്കിൽ നല്ല മിന്റ് മാരിനേഷൻ ആണ്. എനിക്കതുള്ള എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മഷ് അത്രക്കങ്ങ് പോരാ. ഒരു വികാരം ഉണ്ടായില്ല. പനീർ കൊള്ള സംഭവം ഒരു പ്രത്യേകതരം മസാലയൊക്കെയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടും. ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് ഇടുന്ന പോലത്തെ പൈനാപ്പിൾ ആണ്. അത്ര സ്പൈസി അല്ല. അപ്പോഴേക്കും വന്നട നോൺ വെജ് സ്റ്റാർട്ടേഴ്സ്. ഇതെല്ലാം ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. നമുക്കിനി ഇത് ഗ്രില്ലിന്റെ മുകളിൽ ഇങ്ങനെ തിരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഐശ്വര്യമായിട്ട് ഏരിയയിൽ നിന്ന് അങ്ങ് തുടങ്ങണം. ഒരു പണിയാണ്. നമുക്ക് ഫിഷിൽ നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്കത് ഇങ്ങനെ അങ്ങ് എടുത്താൽ കഴിക്കാം. ഇതിൻ്റെ മാരിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ വിഷയം സാധനം. ഏത് ഫിഷാണെന്ന് മനസ്സിലാവുള്ള. എന്തായാലും നല്ല ഫ്രഷുമാണ്. ചിക്കൻ കൊള്ളാട്ടോ. അത്യാവശ്യം നല്ല ജ്യൂസിയാണ്. പിന്നെ നമ്മൾ ആ മിൻറ്റിപ്പും കൂടി ആകുമ്പോൾ ഇല്ലേ അത് വേറെ ലീഗാണ്. പ്രോൺസ് എന്തായാലും നമുക്ക് ഈ ഒരു റെഡ് കളറിലൊരു ഡിപ്പുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഇത് ശരിക്കും അടിയിലുണ്ടാവും. ഒരു രക്ഷയില്ല. വിഷയ സാധനം. നിങ്ങൾ പോകുമ്പോൾ ആ ഡിപ്പില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചു വാങ്ങിക്കണം കേട്ടോ. പിന്നീട് നമ്മൾ വേറെ ഡിപ്പുകൾ നോക്കിയെങ്കിൽ ഇതായിരുന്നു സെറ്റ്. പിന്നീട് നമ്മളങ്ങ് ഫോക്കസ് ചെയ്തത് ഫിഷിലായിരുന്നു. ഞാനിനി പറയണ്ടല്ല. ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. പൊതുവെ സ്പ്രെഡുകളിലൊന്നും കാണാത്ത റേറ്റാണ് പാനിപ്പൂരി. അതുകൊണ്ട് ഇവിടെ നോർമൽ വണ്ണാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഈ കാണുന്ന ബോർഡിലുണ്ട്. എല്ലാം ഒന്ന് പോസ്റ്റ് ചെയ്താൽ എല്ലാം കാണാൻ പറ്റും. മെയിൻ കോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും മട്ടൺ റോഗൻ ജോഷ് ഉണ്ട്. ശരിക്കും മട്ടന്റെ ഒരു സ്മെല്ലും അല്ലേ. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ആ കളറും ഒക്കെ സെറ്റ് അല്ലേ. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ട്, എഗ് കറി, ഹക്ക നൂഡിൽസ് ഉണ്ട്. പിന്നെ വെജിലേക്ക് വരുമ്പോൾ ദാൽ മഖനി, പ്ലെയിൻ റൈസും ഉണ്ട്, ആലു ഗോബി ടമാട്ടർ ചോലെ മസാല, കടായി വെജ് ഉണ്ട്, പനീർ ബട്ടർ മസാല. മക്കളെ ചിക്കൻ ദം ബിരിയാണി എങ്ങനെയുണ്ട് സാധനം. പിന്നെ വെജ് ബിരിയാണി ഉണ്ട്. വെജിറ്റേറിയൻസിന് സന്തോഷമായില്ലേ. നമുക്കപ്പോൾ എന്തായാലും കുറച്ച് മട്ടൺ റോഗൻ ജോഷും പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു ബിരിയാണി ഇരിക്കട്ടെ. വളരെ കുറച്ച് മതി. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഫിഷ് കറി എടുത്തായിരുന്നു നമ്മൾ. നിങ്ങൾക്ക് ഏത് റൈസാണ് ബിരിയാണിയിൽ ഇഷ്ടം? ലോങ് ഗ്രെയിൻ ആണ് അല്ലെങ്കിൽ ചെറിയ അരിയാണ്? ഇതെന്തായാലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു ബിരിയാണിയാണ്. ഒരു ലൈറ്റ് പുളിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന്. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. ഒരു യൂണീക്ക് ഫ്ലേവർ ആണ്. യൂഷ്വലി ഇങ്ങനത്തെ സ്പ്രെഡ് വരുമ്പോഴത്തേക്കും മട്ടന്റെ ക്വാളിറ്റി ഒന്ന് താഴെ പോകാറുണ്ട്. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മട്ടനാണ്. അത്യാവശ്യം നല്ല ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിന്താലുക്ക് ഇല്ലേ അതിലും ഒന്നും കൂടി മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ. കുറെ സ്പൈസസിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് വെരി ഡെലീഷ്യസ് ആണ്. ഫിഷ് ബാറ്റർ ഫ്രൈഡ് ആണ്. എന്നാലും സംഭവം ഉണ്ടല്ലോ. ബട്ടർ ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, വെറുതെ സൂപ്പർ ക്രീമിയാണ് സംഭവം. ആ ശരിക്കും ആ ഒരു മീറ്റി ടേസ്റ്റ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇതിൽ. ആ ഒരു ഗ്രേവിയും ആ ഒരു ബിരിയാണിയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴേ ലിറ്ററലി ലിറ്റാണ്. പറയാൻ പറ്റുമോ, അവിടെ പല വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ട്. പിന്നെ അത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ടേ. അപ്പം നമുക്ക് അടുത്ത് ഡിസേർട്ടും കുൽഫിയൊക്കെ കടിക്കാം. തുടക്കം കളർഫുൾ ആയിക്കോട്ടെ. കളർഫുൾ ജെല്ലി വെല്ലി വെച്ച് തുടങ്ങാം. അത് കളർ മാത്രമേ ഉള്ളൂ ടേസ്റ്റ്. ഓക്കെ, ഡ്രൈ കേക്ക് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റിംഗ് തന്നെ. ബ്രൗണി ഫാൻസ് ഇവിടെ കമോൺ. ചോക്ലേറ്റ് ബ്രൗണി
മൂങ് ദാൽ ഹൽവ നമ്മുടെ പരിപ്പിന്റെ, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കോക്കനട്ട് ചോക്ലേറ്റ് ബോളൊക്കെ ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്. അത് ഇവിടുത്തെ വിഷയമാണ് സാധാരണ. ദ വെരി ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് കസ്റ്റാർഡ്. ലുക്ക് മാത്രമുള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ കുറെ പേസ്ട്രീസ് എന്തേ കാണുന്നുണ്ട്. നമ്മൾ കുറച്ചേരുള്ളോണ്ടേ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് തന്നെ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ അത് വെറുതെ വിഷയമായിരുന്നു. നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി. നമ്മൾ ഇത് ഷുഗർ ആണെന്നുള്ള ഒരു ചിന്തയെ മറന്നു പോകും. മൂങ് ദാൽ ഹൽവ കൊള്ളാട്ടെ. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടേസ്റ്റ്. ജസ്റ്റ് മെൽറ്റ് ഇൻ മൗത്ത് ആയിരുന്നത്. കോക്കനട്ട് ചോക്ലേറ്റ് ബോൾ ഒരു ആവറേജ് സ്റ്റഫ്. എന്തായാലും ഒരു 1 ടൈം ട്രൈ. കോക്കനട്ട് കുറച്ചും കൂടി വേണമായിരുന്നു. ബ്രൗണി കുറച്ച് ഡ്രൈ ആയി പോയോ എന്നൊരു സംശയം. ഡ്രൈ കേക്ക് ഇസ് ഗുഡ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ട്. വരും നമുക്ക് കുറച്ച് കുൽഫി അടിക്കാം. ओके थैंक यू. आपका नाम क्या है? सुदीप. ओके कुल्फी क्यों? അടുത്തതൊരു മലായ് കുൽഫി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിഡിൽ വരുന്നതുകൊണ്ട് നമ്മൾ വേറെ 2 കൂടി പറഞ്ഞിട്ടുണ്ട്. കുൽഫി ഇവരുടെ അല്ലെങ്കിൽ അടിപൊളിയാണ്, വേറൊരു ക്വാളിറ്റിയാണ്. കുൽഫി അച്ചായേ. ആ താങ്ക് യു. കേസരിയാ ഫെർനെ. അതെങ്ങനെയുണ്ട്? നല്ലൊരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് റോസ് വാട്ടറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ വരുന്ന, നമ്മുടെ ഏലക്കടയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ വരുന്ന ഒരു കിട്ടിലും സാധനം ഉണ്ടാകും. ഇത് ആദ്യമായിട്ടാണ് ലൈഫിൽ ട്രൈ ചെയ്യണത്. ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിക്കണം. ഇനി ഇത് നമ്മുടെ ഏത് പായസമാണെന്ന് ഞാൻ പറയണോ? സമയം വൈകൊണ്ടിരിക്കണേ. ഞാൻ വേഗം തന്നെ കുറച്ച് ഗുലാബ് ജാമുൻ അങ്ങ് എടുത്തിട്ടെ, കുറച്ചതിൻ്റെ സിറപ്പും കൂടി അങ്ങ് ഒഴിച്ചിട്ടെ, നമ്മുടെ പരിപാടി അങ്ങ് ഉഷാറാക്കട്ടെ. ലൈഫ് ഈസ് ഗുഡ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ മിസ്സാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട് കസ്റ്റാർഡ്. ഈ സംഭവം കാണാൻ കഴിയിലാണ്, പക്ഷെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് പോരാ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ എല്ലാത്തിനും ഒരു സമാധാനം കുറിക്കേണ്ട. നമുക്ക് ബില്ലും ഡീറ്റെയിൽസും ഇതാണ്. താങ്ക് യു. നമുക്ക് എന്തായാലും ഒരു കിടില എക്സ്പീരിയൻസ് ആണ് ബാബു ഗണേശൻ കൊച്ചി ലുലുമാൾ വന്നത്. അപ്പോൾ ശരി പോട്ടെ. എന്തായാലും ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഇറ്റ്സ് മീ വിജൻ ഫ്രീ. സിംഗ് ബൈ.